പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സാധാരണയുണ്ടല്ലോ കൊച്ചു കുട്ടികളുടെ കയ്യിൽ നമ്മളൊരു പുസ്തകം വാങ്ങിച്ചു കൊടുത്താൽ അത് വായിക്കും, അല്ലെങ്കിൽ അത് തുറന്ന് നോക്കും. അങ്ങനെ പല പ്രാവശ്യം തുറന്ന് നോക്കി 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 അവസാനം എന്ത് ചെയ്യുന്നറിയാം, അതിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും എല്ലാം അങ്ങ് പോകും. കുറേ ഭാഗം പോയതിന് ശേഷമാണ് അത് നമുക്ക് കൈ കിട്ടുന്നത്. കുട്ടികളുടെ കയ്യിൽ അങ്ങനെയായിരിക്കും മിക്കവാറും, ചെറിയ കുട്ടികളൊക്കെ. എന്നാൽ നല്ല സൂക്ഷിക്കുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. ആ പുസ്തകത്തിന് എന്ത് ചെയ്യും, പഠിച്ച് ആദ്യത്തെ പേജുകൾ കീറിയും കളയും. അതുപോലെ ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം, ചില വീഡിയോകളായാലും ആദ്യത്തെ പേജൊന്നും കാണില്ല, ഇടയ്ക്ക് വെച്ചായിരിക്കും അവർ കാണുന്നത്. ആ കാണുന്ന ഭാഗം അവർ വളരെ പ്രാധാന്യമുള്ളതായിട്ട് കാണും. നമുക്കപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ നമുക്ക് കാണാം. ആദ്യം അതിൻ്റെ ആദ്യ ഭാഗം ഉള്ള വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കീറിപ്പോയിട്ട് ബാക്കി വന്ന ഭാഗം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നഗരികളിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുക. അതുപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തില് 5000 കോടിക്കും 10000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈമാറുന്നു. 20000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നെണ്ണ എന്തൊരു കഷ്ടം ഇത്. ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ പൈസ ചെലവാക്കത്തില്ല, നല്ല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ, ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റ തപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് കോരിക്കളയാം. കാരണം ഇതിനിപ്പോ ഉപയോഗമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടി വെച്ചേക്കാം. എന്റെ പൊന്നെണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാക്കും. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കി അടക്കും. ഈ മണിയുള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും. ഈ മണിയുള്ളവൻ ഈ മണിയുടെ പിന്നാലെ പോകും. മണിന്ന് മനസ്സിലായ? ഈ വീഡിയോ പലരുടെ കയ്യിലും കിട്ടി. അങ്ങനെ എല്ലാവരും വീഡിയോ കണ്ട് അവസാനം അതിൻ്റെ ആദ്യത്തെ പേജോ അവസാനത്തെ പേജോ എല്ലാം അങ്ങ് കയറിപ്പോയി. അങ്ങനെ നമ്മളൊരു കൊച്ചുകുട്ടി ഇത് കണ്ടു, ആ കുട്ടി എടുത്തു. ആ കുട്ടി എടുത്ത ഭാഗം നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ചുമ്മാ ഈ വീഡിയോ കേട്ട് നോക്കിയാൽ ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റ തപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് കോരിക്കളയാം. അദ്ദേഹം 2 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പതുക്കെ വെച്ച് തുടങ്ങുന്ന കാലത്ത് എന്നെ കുറേ ട്രോളിയിട്ടുണ്ട്. ഞാൻ തിരിച്ചൊന്നും ട്രോളാൻ പോയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മറ്റു മതങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശിച്ച് വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ. കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല, ആശയങ്ങൾ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. ഇതാദ്യമായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യം കണ്ടൊക്കെ ഉണ്ട്. എനിക്കൊരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടം കൊണ്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് കാണിച്ചത്. പക്ഷേ അതേസമയത്ത് അൻസാരി സുഹരി എന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചതാണെന്ന എൻ്റെ വിശ്വാസം, എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഇപ്പോൾ ജീവിക്കുന്ന ഭാരതത്തിലാണ്. ആലപ്പുഴക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. ഭാരതത്തിന്റെ കറൻസി, അതായത് ഈ രാജ്യത്തിന്റെ നോട്ട്, ആ നോട്ടിനെ പരസ്യമായി അവഹേളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കുറ്റമാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മക്കൾ മുറ്റത്ത് അപ്പിയിടുമ്പോൾ ഈ സാധനം കൊണ്ട്, അതായത് 500 രൂപയുടെ നോട്ട് കൊണ്ട് കോരിക്കളയുന്നു. 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഭിക്ഷമായി ജീവിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. നിങ്ങൾ 500 രൂപ അപ്പികോരാൻ എടുക്കരുത്, അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നെ സകാത്തായിട്ടോ സദക്കയായിട്ടോ ഉപയോഗിക്കണമേ എന്നൊരു വില അഭ്യർത്ഥനം. രണ്ടാമത്, ഇത് ഞാൻ പറഞ്ഞ ബാക്കി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കി അടക്കും. ഈ മണിയുള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ 2 വീഡിയോ കണ്ടല്ലോ. ഒന്നാമത്തെ വീഡിയോ ആണ് ഒറിജിനൽ വീഡിയോ. അത് പല ആൾക്കാരും കണ്ട് വന്നപ്പോൾ എന്ത് പറ്റി, കുട്ടികളുടെ കയ്യിൽ പുസ്തകം കിട്ടിയതുപോലെ ആ കുട്ടികളുടെ കയ്യിൽ പുസ്തകം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവർ ആദ്യത്തെ പേജെല്ലാം വലിച്ചേറി കളയും. അതുപോലെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളെല്ലാം അങ്ങ് വലിച്ചേറി കളഞ്ഞു. എന്നിട്ട് അതിന് ശേഷമുള്ള ഭാഗം എടുത്ത് വെച്ചിട്ട് പറയുന്ന ആ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഒന്നാമത്തെ ആൾ പറഞ്ഞത് എന്താണ്, മണി എന്ന് വെച്ചാൽ അത് പല കൈ മറിഞ്ഞ് വന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതിനെ ഒരു സ്ഥലത്ത് വെറും പേപ്പർ പോലെ വെച്ചിരുന്നാൽ അത് അപ്പി കോരി കളയാനേ കൊള്ളാവൂ. പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി പറയുന്നവർക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിയെ നമുക്ക് മനഃപൂർവ്വം പരിഹസിക്കണമെന്ന് ഉള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ
നമുക്ക് ഈ രീതിയിലും പരിഹസിക്കാം. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ രൂപയെടുത്ത് അപ്പിയിട്ട മാത്രമേ കൊള്ളാവൂ എന്നല്ല. ആ ഒരു ആദ്യം പറഞ്ഞ ഒരു വ്യക്തി മുസ്ലിം സഹോദരങ്ങളെല്ലാം അവരുടെ കാശ് കൊണ്ട് ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നു, അവർ സ്ഥലങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നു, ഈ രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ ഭാഗത്തിൻ്റെ മറുപടിയായിട്ട് ഇദ്ദേഹം പറഞ്ഞു, ആ ആദ്യം പറഞ്ഞ വ്യക്തിയുടെ ഫുൾ ഭാഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതെവിടെയാണെന്നും എനിക്കറിയില്ല. എന്നാൽ ആ ആദ്യം പറഞ്ഞ ആൾ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അത് എനിക്ക് ഈ ഒരു മുസ്ലിം സഹോദരൻ ഇട്ട വീഡിയോയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ഈ മുസ്ലിം സഹോദരൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ കാശെല്ലാം എടുത്ത് മണി എടുത്ത് നമ്മളെന്ത് ചെയ്യും, അത് വീണ്ടും അത് ഉപയോഗിക്കും. അത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. എന്നാൽ ഇത് കൊണ്ട് വെറുതെ വെച്ചിരുന്നാൽ വെറും പേപ്പറിൻ്റെ ഉപയോഗമേ ഉള്ളൂ. ആ മണി അത് ശരിക്കും പറഞ്ഞാൽ പേപ്പർ എന്തിനു കൊള്ളാം, നമുക്ക് ചില കാര്യങ്ങൾ പൊതിയാൻ കൊള്ളാം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ അപ്പിക്കോരി കളയാനും പേപ്പർ ഉപയോഗിക്കും. അതിനൊക്കെ നമ്മൾ വെറുതെ വെച്ചിരുന്നാൽ ഒരു പേപ്പർ കഷ്ണം കൊണ്ട് പ്രയോജനമുള്ളൂ. അതിനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അടുത്ത് മറ്റൊരു വീഡിയോ അദ്ദേഹം കാണിച്ചത് എന്തെന്ന് വെച്ചാൽ ഒരു അഘോരി സന്യാസി കൗപീനം ധരിച്ചുകൊണ്ട് വരുന്ന ഒരു അഘോരി സന്യാസി നമ്മുടെ കേരളത്തിൽ വരികയും പല സ്ഥലത്തും അദ്ദേഹം സന്ദർശിക്കുകയും ആ സ്ഥലത്ത് ആൾക്കാർ ഒന്നിച്ച് കൂടുകയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള മണിയെയാണ് അന്വേഷിച്ച് പോകുന്നതെങ്കിൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ മണിയെന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് എന്തായിരിക്കുമെന്ന്. അങ്ങനെയുള്ള മണിയാണ് അന്വേഷിച്ച് പോകുന്നതെങ്കിൽ അതിൻ്റെ പുറകെ ആൾക്കാർ പോകും എന്ന് പറഞ്ഞു. നമ്മുടെ നോട്ടിനെയാണ് കറൻസിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിനെ വെച്ചും കൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കും, മണി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അത് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ആ പണത്തെ നമ്മൾ വീണ്ടും ക്രയവിക്രയം ചെയ്യുമ്പോൾ, അതായത് അത് ഉപയോഗിച്ച് നമ്മൾ പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് ലാഭം കിട്ടും. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ കഥാനായകൻ ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം എടുത്തിട്ട് എന്ത് പറഞ്ഞു, ഇന്ത്യൻ കറൻസിയെ നിങ്ങളിങ്ങനെ അവഹേളിച്ചു, അത് കുറ്റകരമാണ്, അതായത് 500 രൂപയുണ്ടെങ്കിൽ 5 കുടുംബം ജീവിക്കും. ഇദ്ദേഹം രൂപയെടുത്ത് അപ്പിയോരി കളയാൻ എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചതെന്ന് നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ ഏത് രീതിയിലെങ്കിലും പരിഹസിക്കണമെന്ന് തോന്നിയാൽ ഈ രീതിയിലും ഓരോ വീഡിയോകളും അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് അതിനെപ്പറ്റി പറഞ്ഞ് പരിഹസിക്കാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇതുപോലെയുള്ള പല കഥകളുമാണ്. ഓരോ വീഡിയോകളും വരും, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം എടുത്തു വച്ചിട്ട് അതിനെപ്പറ്റി വിശദീകരിച്ച് ഒരാളിനെ പരിഹസിക്കുകയും ചെയ്യാം, ഒരാളിനെ നല്ലതാക്കുകയും ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം, ആൾക്കാർക്ക് എന്തെങ്കിലും പറയണമെന്നാഗ്രഹം. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കേൾക്കാനോ പറയാനോ കാണാനോ ആരും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു തെറ്റായ കാര്യം പറയുമ്പോൾ അതിനെ പറയാനും കേൾക്കാനും അതിനെ പ്രചരിപ്പിക്കാനും ഇഷ്ടംപോലെ ജനം ഉണ്ടായിരിക്കും. ഇദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആരെയും പരിഹസിക്കുകയില്ല, ആരെയും വേദനിപ്പിക്കില്ല, അദ്ദേഹം ശരിക്കും ക്രിസ്തീയ മാർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ആ വ്യക്തി പറഞ്ഞത് എന്താണോ ആ അർത്ഥത്തിലല്ല അദ്ദേഹം എടുത്തത്. കാരണം ഒരു വീഡിയോയുടെ പകുതി ഭാഗം മാത്രം, ആദ്യ ഭാഗത്താണ് അതിൻ്റെ പ്രധാന കാര്യം വരുന്നത്. അതിനെ ഒഴിവാക്കിയിട്ട് ആ കറൻസിയെ മാത്രം കാണിച്ചുകൊണ്ട് ഇതാ ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും നമ്മൾ ബൈബിൾ ശരിക്കും ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പൊട്ടച്ചൽ, കളിവാക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ഒരു ലിസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഈ ലിസ്റ്റിൽ പെട്ടതല്ലേ, ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ എന്നെക്കൊണ്ട് തന്നെ എല്ലാ കാര്യവും ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ ക്ഷമയുള്ളവളാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ക്ഷമിക്കുന്ന മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ഷമിക്കും. പക്ഷേ ചില സ്ഥലത്ത് നമ്മൾ പൊട്ടിത്തെറിച്ചു. പക്ഷെ പൊട്ടിത്തെറിച്ചാലും നമ്മുടെ തെറ്റ്, നമ്മുടെ ഭാഗത്തുണ്ടായ തെറ്റെന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന്. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചാൽ ആ പറഞ്ഞത് തെറ്റാണ്, എല്ലാവരും പറയും അത് പറയണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം
ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കുണ്ട്. അതുപോലെ ഈ തെറ്റുകൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഗ്രഹിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ആ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളതങ്ങ് ക്ഷമിക്കും. ചിലപ്പോൾ നമ്മുടെ ഭാഗമായിരിക്കും ശരി, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ പങ്കാളികളോട് കൂടി ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. നമ്മുടെ വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില പങ്കാളികൾക്ക് അത് നമ്മുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് അവർക്ക് കൊടുക്കുന്നത് ഇഷ്ടക്കേട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ ഇഷ്ടക്കേട് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിന് നമ്മുടെ പങ്കാളി അറിയാതെ കൊടുക്കും. ചിലപ്പോൾ വീട്ടുകാർക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ട് വരും. ആഹാരത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ പങ്കാളിക്ക് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഇഷ്ടമില്ല എങ്കിൽ പോലും അവർ പട്ടിണി കിടക്കുന്നത് നമുക്ക് കാണാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ സഹായിക്കേണ്ടി വരും. പോട്ടെ, അപ്പോൾ അതൊക്കെ കുടുംബകാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നാലും ഏതൊക്കെ സംസ്കാരമായിരുന്നാലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റൊരിടത്തെ ഒരു സംസ്കാരം, അതായത് നഗ്നനായിട്ട് നടക്കുന്ന ഒരു സംസ്കാരം, കൗപീനം മാത്രം ഉടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സംസ്കാരം നമ്മളിവിടെ കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ വിമർശിക്കാൻ തോന്നും. അതും ഒരു തെറ്റല്ല. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഒരു വീഡിയോ എടുത്ത് വിമർശിക്കുമ്പോൾ സത്യസന്ധമായിട്ട് വിമർശിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോ ഇട്ട ആരാണോ അവർക്ക് സങ്കടം വരില്ല. മറ്റേത് അവർക്ക് ഒരു വിഷമം വരും. കാരണം ഞാൻ അതല്ലല്ലോ ഉദ്ദേശിച്ചത്, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. മാത്രമല്ല ആ വീഡിയോ കണ്ട ധാരാളം ആൾക്കാരുണ്ട്, അവർക്കും തോന്നും. നമുക്ക് വളരെ എളുപ്പമാണ് ഒരു വർഗീയതയും മറ്റും ഇളക്കി വിടാൻ. പക്ഷെ അതിനെ അടിച്ചമർത്താൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പം മറ്റുള്ള ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ലേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നല്ലത്? ചിന്തിക്കൂ.